യോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഹൃദയപൂർവ്വം കഴിഞ്ഞിട്ട് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ കണ്ടു. ഇന്നലെ കുറച്ച് തിരക്കായത് കൊണ്ടും ഇന്നലെ രാത്രി ഞാൻ എത്തിയിട്ട് ടയർഡായതുകൊണ്ട് വീഡിയോ എടുക്കാതെ കിടന്നുറങ്ങി. ഇന്ന് ഫുൾ എനർജിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ ഇരിക്കുകയാണ്. എന്തോന്ന് പടം ഇവിടെ എടുത്തു വെച്ചിരിക്കണത് മാൻ. ഡൊമിനിക് അരുൺ, ഈ മച്ചാൻ്റെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള പടം തരംഗം എന്ന് പറഞ്ഞ സിനിമയാണ്. ആ സിനിമേൻ്റെ ഒരു നിലവാരം വെച്ച് ഞാൻ അത് കണ്ടോണ്ടിരുന്നപ്പോൾ ഇരുന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ആ സിനിമ കാണാൻ ശ്രമിച്ചില്ല. എനിക്കത് ഒരു നല്ലൊരു വർക്കായിട്ട് എനിക്ക് തോന്നിയില്ല. ഭയങ്കര ഒരുമാതിരി ഷോങ് സ്ക്രീൻ പ്ലേയും ബോറടിപ്പിക്കണതൊക്കെ ആയിട്ട്. ടൊവിനോൻ്റെ പടമാണ് അത്, ധനുഷാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. ധനുഷിൻ്റെ വണ്ടർ ബാറാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ഇത് കുറേ അതിനുശേഷം ഏതാനും ഒരു 6-7 കൊല്ലം പുള്ളി ഇരുന്ന് പണിയെടുത്ത് ഒരു സാധനം ഉണ്ടാക്കി വിട്ടിട്ടുണ്ടോടെ. കിട്ടിലം കാച്ചി, കിണ്ണം കാച്ചി, ഒരു ഭയാനക തിയേറ്റർ എക്സ്പീരിയൻസ്, വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പോരാ. ഈ പടം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആക്ടേഴ്സിനെ ഒരു സൈഡിൽ കൂടി നമുക്ക് പ്രൈസ് ചെയ്യാം, ബട്ട് ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണ് ഇതിൽ ടോപ്പിൽ നിൽക്കുന്നത്. ഡയറക്ടഡ് ആൻഡ് റിട്ടൺ ബൈ ഡൊമിനിക് അരുൺ, പ്രൊഡ്യൂസ്ഡ് ബൈ നമ്മുടെ വേഫെയറർ ആണ് ദുൽഖർ സൽമാൻ, മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്, സിനിമാറ്റോഗ്രാഫി ബൈ നിമിഷ് രവി. എല്ലാത്തിനെയും കുറിച്ച് പറയണം. എഡിറ്റഡ് ബൈ ചമ്മൻ ചാക്കോ, പിന്നെ റോണക് സേവിയർ ആണ് മേക്കപ്പ്. എടേ, ഈ സിനിമ ഇത്രത്തോളം അടിപൊളി ആവാൻ കാരണം ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ, മ്യൂസിക് ഡയറക്ടർ, പിന്നെ സൗണ്ട് ചെയ്ത ആൾക്കാർ, എഡിറ്റർ, ഇവരുടെ കയ്യിലാണ് ഈ സിനിമ. ലൈക്ക് നമ്മുടെ ഡൊമിനിക് അരുണിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഇത്ര അടിപൊളിയായിട്ട് നമുക്ക് കാണിച്ചു തരാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എടേ, ചില സാധനമൊക്കെ ഉണ്ട്. ഈ ചമ്മൻ ചാക്കോ എഡിറ്റിങ്ങിന്റെ കാര്യം ഞാൻ ആദ്യം പറയാം. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയ സാധനമാണ്. ആ ഒരു ഐഡിയ ആയാലും, ആ മൊത്തത്തിലൊരു ഐഡിയ ആയാലും അത് എഡിറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്ന രീതിയാണെങ്കിലും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അത് ഒരു 2-3 ട്രാൻസിഷൻ എലമെന്റ്സ് ഉണ്ട്. അത് എന്താന്ന് പോലും ഞാൻ പറയുന്നില്ല. അത് കിട്ടിയ സാധനമാണ്. നമ്മൾ വല്ല ജിൽ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അത് നമ്മൾ കാണുമ്പോൾ വയ്ക്കോ പൊളി സാധനം ഇങ്ങനെ നമ്മൾ വിചാരിച്ച് സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു 1-2 സാധനമുണ്ട് പൊളി. ഫൈനലി നമുക്ക് ആക്ടേഴ്സിലോട്ട് വരാം. ഓക്കെ, വെയിറ്റ്. സിനിമാറ്റോഗ്രാഫിന്റെ കേസ് എടുത്ത് പറയാനാണെങ്കിൽ നിമിഷ് രവി അത്യുഗ്രമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ സിനിമയാണ് ഞാൻ കണ്ടത്. സ്കോപ്പ് റേഷ്യോ സ്ക്രീനിലാണ്, അതായത് ഇത്ര ഉള്ള സ്ക്രീനിൽ ഇത്രയാണ് ഞാൻ പടം കണ്ടത്. അതിൻ്റെ ചെറിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. PXL എല്ലാം പോയിരുന്നെങ്കിൽ എനിക്ക് ഫുൾ സ്ക്രീൻ കാണാൻ പറ്റുമായിരുന്നു. എങ്കിൽ പോലും നല്ല കിണ്ണം കാച്ചി, നല്ല എന്താ പറയുക, ക്വാളിറ്റി ഫ്രെയിംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിമിഷ് രവി നല്ല പണി ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. അത് ആ ഒരു പടം ഡിമാൻഡ് ചെയ്യുന്ന ലൈറ്റിങ്ങും ക്യാമറ വർക്കും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അത് ഈ ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. അത് കുറച്ചും കൂടി എന്താ പറയുക ആർട്ടിഫിഷ്യലാണ്. ഇത് കുറച്ചും കൂടി നാച്ചുറലാണ്. എനിക്ക് ഒരു സംശയമാണ്, ഇവരിത് എത്ര ബഡ്ജറ്റിനാണ് എടുത്തത്? നിങ്ങളുടെ അത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞാട്ടെ. ഇവർ എത്ര ബഡ്ജറ്റിലാണ് ഈ സിനിമ എടുത്തതെന്നാണ് എൻ്റെ ഒരു സംശയം. ഇതിൽ അത് മാത്രം എത്രത്തോളം സെറ്റ് വർക്ക് പോയിട്ടുണ്ട്, എത്രത്തോളം ഫീൽഡിൽ ഇറങ്ങി എടുത്തിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് സംശയമാണ് കേട്ടോ. ഇത് ബാംഗ്ലൂരാണ് കാണിക്കുന്നത്. അത്യാവശ്യം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എവിടേക്കൊക്കെ സംഭവം സിറ്റീസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു സെറ്റ് വർക്ക് ആണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അത്രത്തോളം അവര് ഇത് മെയിൻലി അവർ ലൈറ്റിങ്ങും കളർ ഗ്രേഡിങ്ങും വെച്ചാണ് പിടിച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഏതോ ലോകമെന്ന് നമ്മൾ വിചാരിച്ചു. ഓക്കെ, നമുക്ക് ആക്ടേഴ്സിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദ മെയിൻ ലീഡ് ഓഫ് ദിസ് മൂവി കല്യാണി പ്രിയദർശൻ. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കല്യാണി ഈ റോള് ചെയ്യാൻ പക്കയാണ്. കാരണം ആ ഒരു നടന്നിറങ്ങി വരുമ്പോണ്ടല്ലോ, വണ്ടർ വുമൺ വരുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു ഫയർ കല്യാണിക്കുണ്ട്. ഷീസ് ഭയങ്കര ഗോർജിയസ് ആണ്, ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ലുക്കാണ്, ഭയങ്കര ഹോട്ടാണ്, എല്ലാ രീതിയിലും പറയാം. മൊത്തത്തില് പുള്ളിക്കാരി ഒരു കിണ്ണൻ പെർഫോമൻസ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ആക്ഷൻ സീക്വൻസസ് ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പം ഈ ഒരു ക്യാരക്ടറുണ്ട്, ഈ ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടിന്യൂറ്റിയിൽ പിടിച്ച് പോയി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതൊക്കെ ത്രൂ ഔട്ട് ഒരിടത്തും മിസ്സടിപ്പിക്കാതെ കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ്
നമ്മുടെ നസ്ലിന് ചെയ്യാൻ വന്നിച്ച ബാക്കിയുള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നസ്ലിന് ചെയ്യാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിന്റെ കഥാപാത്രം അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്ക് ആ ഒരു കല്യാണി പ്രവേശം ഇത്രത്തോളം ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പുള്ളി ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു കോ ആക്ടറായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വേറൊരു രീതിയിൽ കഥ പോയിരുന്നെങ്കിൽ നസ്ലിനും വേറെ കൂടുതലൊക്കെ ചെയ്യാനായിട്ടും ഉണ്ടാവുമായിരുന്നു. പക്ഷെ നസ്ലിൻ ബോറടിപ്പിച്ചൊന്നുമില്ല, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചന്തു സലീംകുമാർ മച്ചാരെ മഞ്ഞുമലിന് ശേഷം നിങ്ങൾ പൊളിച്ചടിക്കുക പടമാണെന്ന് ഇതെന്ന് ഞാൻ പറയും. എൻ്റെ പൊന്നോ എന്നാ ഹ്യൂമറാണ്, എന്നാ ടൈമിങ്ങാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കുറേ സാധനങ്ങളുണ്ട് പുള്ളീൻ്റെ. അതൊക്കെ ഉണ്ടല്ലോ അത് കുറേയൊക്കെ നമ്മൾ ചിരിച്ചിരിച്ചാ. ഒരു ഫ്ലാറ്റിന്റെ സീക്വൻസ് ഉണ്ട്, 2 ഓപ്പോസിറ്റ് ഭാഷ, അത് ഒന്നിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണുക. പിന്നെ നമ്മുടെ നിഷാന്ത് സാഗർ ഉണ്ട്, പിന്നെ ആരാണ് സാൻഡി മാസ്റ്ററാണ് മെയിൻ പോലീസുകാരനായിട്ട് വരുന്നത്. പിന്നെ അരുൺ കുര്യനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. എന്നാ വേണ്ട സ്പോയിലർ മാർക്ക് ഞാൻ നല്ലൊരു വിളി കാത്തു വെച്ചിട്ടുണ്ട്. സ്പോയിലർ ഒറ്റ ഇടരുത്. പിന്നെ മാത്രമല്ല നിങ്ങൾ ആര് പടം കഴിഞ്ഞ് ഇറങ്ങി ഓടരുത്. ഒരു പോസ്റ്റ് ക്രെഡിറ്റും ഒരു എൻഡ് ക്രെഡിറ്റും അങ്ങനെയാണോ? എന്തായാലും തിയേറ്റർ പ്രൊജക്ടർ ഓഫായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ സിനിമ വിട്ട് ഇറങ്ങാവൂ. ഓക്കെ, അല്ലാതെ ഇറങ്ങി ഓട്ടരുത്. അത് നല്ല ഏതെങ്കിലും തിയേറ്ററിൽ പോയി സിനിമ കാണുക. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന കുറെ ഇതിന്റെ സൗണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അമ്മാതിരി ജില്ലാങ്കടി സാധനം വന്നിരിക്കുന്നത്. എത്ര DCP വന്നിട്ടുള്ളതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഇന്നലെ കണ്ട ഒരു അറ്റ്മോസ്ഫിയറിൽ ചുറ്റും ഡുമ്മെന്ന് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. കുറെ സ്ഥലത്തൊക്കെ ഒരു ഇന്റർവൽ ബ്ലോക്കിന് മുമ്പുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ എനിക്ക് ശരിക്കും ഡും 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 ഈ ഒരു സാധനം ശരിക്കും ഫീൽ ചെയ്തു. പിന്നെ ഇതിന്റെ മെയിൻ ഒരു പ്രൊമോ തീമുണ്ട്, അത് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു. പിന്നീട് എന്തോന്നുണ്ടേ പറയാനുള്ളത്? അതാണുള്ളത്. ചാപ്റ്റർ 1 ഇപ്പൊ ചന്ദ്ര കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 2ഉം 3ഉം ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് അവര് കാര്യമായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾ സിനിമ കണ്ട് നോക്കിയാൽ മതി. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഫ്യൂച്ചറിലോട്ട് ഇതിനൊരു യൂണിവേഴ്സ് സ്കോപ്പ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ജേക്സ് ജോയ് മ്യൂസിക് പക്ക പവർ പാക്ഡ് ആസ് യൂഷ്വൽ. പിന്നെന്താണ് നിമിഷ് രവി നല്ല കുറെ പണി എടുത്ത് വെച്ചിട്ടുണ്ട് പുള്ളി. ഇത് എത്ര ബഡ്ജറ്റാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്യാവശ്യം കുറഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ ഒരു ഒറ്റ പൈസ പോലും കളയാതെ എല്ലാത്തിനും വേണ്ടി നല്ലോണം എടുത്തു വെച്ചിട്ടുണ്ട്. ദുൽഖർ സൽമാൻ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഈ ഒരു പടം ചെയ്യാനായിട്ട്. കാരണം ട്രെയിലർ കാണുമ്പോഴേ നമുക്കൊരു സാധനം കിട്ടും. ഇപ്പൊ ട്രെയിലർ കണ്ട് ഞാൻ സിനിമകളെ നമ്പാറില്ല, അത് വേറെ കാര്യം. എങ്കിൽ പോലും ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ആയേക്കാം എന്നൊരു തോന്നുന്നൊരു സാധനമുണ്ട്. അതിൽ നിന്നും കുറച്ചും കൂടി മുകളിലോട്ട് പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും കണ്ടു നോക്കുക. ഞാൻ രാവിലത്തെ കാര്യം ഞാൻ പറഞ്ഞ ഇന്നലെ രാവിലെ കണ്ട ഹൃദയപൂർവ്വത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ സിനിമയാണ്. ഇതാണ് ഒരു പവർ പാക്ഡ് വിഷ്വൽ ട്രീറ്റ് ആണ്. ഇത് എൻ്റെ ഇന്ന് 10 മണിക്ക് ഇന്ന് ഓടും കുതിര ചാടും കുതിര ഉണ്ട്, അതും പോയി കാണുന്നതാണ്. അതുകൂടി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം ഇടാം ഗൈസ്. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദ മൂവീസ്. ബൈ ബൈ.